ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളപ്പോൾ ലാസ്റ്റ് കുറേ ക്ലാസ്സുകളിലായിട്ട് ഡിഫറൻസിയേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടു. ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ്സ് കണ്ടു. ഈ ഒരു മൊഡ്യൂളിൽ മൊഡ്യൂൾ 4 ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, ഇതിനകത്ത് നമ്മൾ ഈ ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻസ്, എന്തിനാണ് നമ്മൾ ഇത്രയും കാലം ഡിഫറൻസിയേഷൻ പഠിച്ചത്, അത് എങ്ങനെ നമുക്ക് മാത്സിൽ അപ്ലൈ ചെയ്യാം, എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഇതൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക്കാണ് ടാൻജൻസ് ആൻഡ് നോർമൽസ്. ടാൻജൻസിൻ്റെയും നോർമൽസിൻ്റെയും കേസിൽ ഡെറിവേറ്റീവ്സ് എങ്ങനെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ടാൻജൻറ്റ്, എന്താണ് നോർമൽ എന്ന് നോക്കാം. സോ ആദ്യം ടാൻജൻറ്റ് എന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർവിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് ആ പോയിന്റിലെ ആ കർവിൻ്റെ ടാൻജൻറ്റ്. മലയാളത്തിൽ നമ്മൾ തൊടുവര എന്ന് പറയും. സോ ടാൻജൻറ്റ് ഇൻ ജോമെട്രി is a straight line that touches a given curve at one point. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കർവിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാൻജൻറ്റ് എന്ന് പറയാം. സോ ടാൻജൻറ്റിന് പഠിച്ചതുകൊണ്ടുള്ള നമുക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞത് ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും. സോ ടാൻജൻറ്റ് കർവിലെ ഒരു പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് പോവുക. ആ പോയിന്റിലെ കർവിൻ്റെ സ്ലോപ്പ് അഥവാ ചരിവ് ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും. സ്ലോപ്പ് ഓഫ് എ കർവ് ഈസ് ഈക്വൽ ടു ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ടു ദി കർവ്. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യാം, സ്ലോപ്പ് ഓഫ് ദി കർവ് കാണണമെങ്കിൽ എന്ത് കണ്ടാൽ മതി, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി. സോ നമുക്ക് സ്ലോപ്പ് ഓഫ് ദി കർവ് ഓർ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് കാണാനുള്ള ഇക്വേഷൻ നോക്കാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ടു എ കർവ് is equal to dy by dx at x y. ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ ആയിരിക്കും ടാൻജൻറ്റ് കടന്നു പോകാമെന്ന് ഞാൻ പറഞ്ഞു. ആ പോയിന്റാണ് എക്സ് വൈ. ആ പോയിന്റിലുള്ള dy by dx. dy by dxൽ y എന്തായിരിക്കും, y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y is equal to f of x. ആ കർവിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. അത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് എന്ത് ചെയ്യണം, dy by dx കണ്ടിട്ട് എക്സ് വൈ ആ ഒരു പോയിന്റ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ പോയിന്റിലെ സ്ലോപ്പ് കിട്ടും. ഓക്കെ, പോയിന്റ്സ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ടാൻജൻറ്റ് ലൈനും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് സ്ലോപ്പും ചേഞ്ച് ചെയ്യും. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ കൂടുതൽ ക്ലിയർ ആവും. സോ നമുക്കിനി എന്ത് ചെയ്യാം, നോർമൽ എന്താണെന്ന് നോക്കാം. നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാൻജൻറ്റിന് പെർപെൻഡിക്കുലറായി ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ലൈൻ. ഇവിടെ പിക്ചറിൽ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ കർവ് കാണുന്നത്, റെഡ് കളറിൽ പോകുന്നതാണ് ആ ഒരു പോയിന്റിലെ ടാൻജൻറ്റ്. ആ പോയിന്റിന് പെർപെൻഡിക്കുലറായിട്ട് ആ ടാൻജൻറ്റിലൂടെ വരച്ച പെർപെൻഡിക്കുലർ ലൈൻ, അതാണ് നോർമൽ. നോർമൽ ടു ദ കർവ് is the line perpendicular to the tangent to the curve at that point. So എന്താണ്, ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്, പെർപെൻഡിക്കുലർ മീൻസ് 90 ഡിഗ്രിയിൽ ആ ഒരു കർവിൽ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക, നോർമൽ എന്ന് പറയാം. സോ നോർമലിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, സ്ലോപ്പ് ഓഫ് ദി നോർമൽ ടു എ കർവ് ഈസ് -1 by dy by dx at xy. സോ നമുക്കൊരു കർവിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് തന്നാൽ ആ പോയിന്റിലുള്ള നോർമലിൻ്റെ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി, കർവിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് നോക്കാം. സ്ലോപ്പ് ഓഫ് ദി നോർമലും സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റും കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. So find the slope of the curve
ആൻഡ് സ്ലോപ്പ് ഓഫ് ദി നോർമൽ ടു ദി ഫോളോയിങ് കർവ്സ്. താഴെ തന്നിരിക്കുന്ന കർവുകൾക്ക് എന്ത് കാണണം? സ്ലോപ്പ് ഓഫ് ദി നോർമൽ, നോർമലിൻ്റെ സ്ലോപ്പും അതുപോലെ കർവിൻ്റെ സ്ലോപ്പും കാണണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y is equal to x square minus 3x equal to 2 at പോയിന്റ് ഏതാണ്? 3, 2. ഇവിടെ നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻ ആണ് y is equal to x square minus 3x equal to 2. x square minus 3x equal to 2 ഏത് പോയിന്റിലാണ്? 3, 2. സോ നമുക്ക് സ്ലോപ്പ് ഓഫ് എ കർവ് ഓർ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു ദി കർവ് is equal to dy by dx at xy. ഈ ഒരു റിസൾട്ട് നിങ്ങൾ ബോക്സ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട്സിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കണം. പ്ലസ് ഇതെന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, സോ സ്ലോപ്പ് ഓഫ് ദി കർവ് is equal to dy by dx at xy. സോ നമുക്ക് y is equal to എന്താണ്? y is equal to x square minus 3x equal to 2. ഓക്കെ, സോ നമുക്ക് എന്താ ഈ ഈക്വൽ ടു 2വിനെ RHSൽ നിന്ന് LHSലോട്ട് കൊണ്ടുവരാം. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും? y is equal to x square minus 3x minus 2 is equal to 0 plus 2 RHSൽ നിന്ന് LHSലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? -2 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? dy by dx കാണാം. സോ dy by dx equal to d by dx of x square minus 3x minus 2. x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x minus 3 is a constant and xൻ്റെ ഡെറിവേറ്റീവ് is 1. സോ dy by dx equal to 2x minus 3. പിന്നെ -2ൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ dy by dx equal to 2x minus 3. ഇനി നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് അറ്റ് 3, 2. 3, 2ൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അറ്റ് 3, 2 dy by dx എന്തായിരിക്കും? 2x minus 3. 2x minus 3ൽ നമ്മൾ ഈ ഒരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 3 ആൻഡ് y ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ്, എക്സ് ഈസ് 3 മൈനസ് 3 ഈസ് ഈക്വൽ ടു 6 minus 3 which is equal to 3. So dy by dx at 3, 2 is 3. So നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദി കർവ് ഓർ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്. രണ്ട് വന്നാലും സെയിം ആണ് dy by dx. സോ dy by dx നമുക്ക് 3 എന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് കാണണം? സ്ലോപ്പ് ഓഫ് ദി നോർമൽ കാണണം. സ്ലോപ്പ് ഓഫ് ദി നോർമൽ കാണാനുള്ള ഇക്വേഷനാണ് -1 by dy by dx at xy. സോ അറ്റ് 3, 2 നമുക്ക് dy by dx എന്ത് കിട്ടിയിട്ടുണ്ട്? 3. സോ സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്തായിട്ട് മാറും? -1 by dy by dx is 3. സോ -1 by 3. സോ ഒരു ക്വസ്റ്റ്യൻ y is equal to f of x എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു പോയിന്റും തന്നിട്ട് നമ്മളോട് സ്ലോപ്പ് ഓഫ് എ കർവും സ്ലോപ്പ് ഓഫ് ദി നോർമൽ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഡെറിവേറ്റീവ് കാണാൻ dy by dx കാണാം, എന്നിട്ട് ആ പോയിന്റിലെ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അതായിരിക്കും സ്ലോപ്പ്. -1 by dy by dx കണ്ടിട്ടുണ്ടെങ്കിൽ അത് നോർമലിൻ്റെ സ്ലോപ്പും ആയിരിക്കും. സിമ്പിളായ ഒരു സെക്ഷനാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y is equal to tan x at x equal to pi by 3. ഇവിടെ പോയിന്റ് ഏതാണ്? x equal to pi by 3 ആൻഡ് കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? y is equal to tan x. സോ സ്ലോപ്പ് ഓഫ് എ കർവ്, സ്ലോപ്പ് ഓഫ് ദി കർവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? dy by dx. അപ്പോൾ ഇവിടെ y is equal to tan x ആയതുകൊണ്ട് dy by dx എന്തായിരിക്കും?
ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ത് കിട്ടി നമുക്ക്? സീക്ക് സ്ക്വയർ എക്സ്. സോ അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ 3, എക്സ് ഈക്വൽ ടു പൈ ബൈ 3യിൽ ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും? സീക്ക് സ്ക്വയർ പൈ ബൈ 3. സോ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 180 ഡിഗ്രി. പൈ എന്ന് പറഞ്ഞാൽ റേഡിയൻ മെഷറാണ്. പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ എന്തായി മാറി? സീക്ക് സ്ക്വയർ 180 ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ 60. 180 by 3 is 60. So sec square 60. Sec x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by cos x. അപ്പോൾ sec square 60 is equal to 1 by 60 whole square which is equal to 1 by cos 60 is 1 by 2. So 1 by 1 by 2 whole square which is equal to 2 square. That is 4. So നമുക്ക് ഇവിടെ dy by dx എന്ത് കിട്ടി? 4. അഥവാ y is equal to tan x എന്ന് പറഞ്ഞ കർവിൻ്റെ സ്ലോപ്പ് പൈ ബൈ 3യിൽ എത്രയായിരിക്കും? 4. ഇനി ആ പോയിന്റിലെ നോർമലിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -1 by dy by dx which is equal to -1 by dy by dx is 4. So -1 by 4. So answer എന്താണ്? -1 by 4. So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, x square plus y square is equal to 25 at 3 minus 4. ഇവിടെ കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സിക്കൽ ടു 25. പോയിന്റ് ഏതാണ്? 3 മൈനസ് 4. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറ്റൂല. കാരണം ഇത് ഏത് ഫംഗ്ഷനാണ്? ഇറ്റ്സ് ആൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. സോ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് തരുമ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെയാണ് കണ്ടിരുന്നത്? ഗിവൺ എക്സ്പ്രഷൻ്റെ ബോത്ത് സൈഡിലും നമ്മൾ ഡി ബൈ ഡി എക്സ് അപ്ലൈ ചെയ്യും. രണ്ട് സൈഡിലും ഡി ബൈ ഡി എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സീക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 25. സോ ഇനി എന്ത് ചെയ്യും? ഡി ബൈ ഡി എക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ സീക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 25. 25ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 25 ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ഡെറിവേറ്റീവ് ഈസ് 0. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2x പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2y dy by dx ഈക്വൽ ടു 0. ഓക്കെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസിനെ എല്ലാത്തിനെയും എൽ എച്ച് എസിൽ വെച്ചിട്ട് ബാക്കി ടേംസിനെ ആർ എച്ച് എസിലോട്ട് കൊണ്ടുപോകും. സോ എൽ എച്ച് എസിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? 2y dy by dx. ബാക്കി 2xനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? ആർ എച്ച് എസിലോട്ട് കൊണ്ടുപോകും. സോ എൽ എച്ച് എസ് ഈസ് 2y dy by dx സീക്വൽ ടു 2x ആർ എച്ച് എസിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? -2x. സോ 2y dy by dx ഈക്വൽ ടു -2x. സോ dy by dx ഈക്വൽ ടു 2y ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 2y. സോ -2x ഡിവൈഡഡ് ബൈ 2y. സോ കോമൺ ആയിട്ട് ആരുണ്ട്? കോമൺ ആയിട്ട് 2 കട്ട് ചെയ്ത് പോയാൽ ബാക്കി -x by y. സോ നമുക്ക് dy by dx എന്ത് കിട്ടി? dy by dx ഈക്വൽ ടു -x by y. ഇനി നമുക്ക് എന്ത് ചെയ്യണം? dy by dx അറ്റ് 3 മൈനസ് 4 കിട്ടണം അല്ലേ? പോയിന്റ് ഏതാണ്? 3 മൈനസ് 4. പോയിന്റ് 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x ആയിരിക്കും, -4 y ആയിരിക്കും.
സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dy by dx ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ. സോ മൈനസ് എക്സ് എന്താണ് 3 minus x is 3. So minus 3 divided by y എന്താണ് minus 4. So minus 4. Minus 3 by minus 4 minus minus cut ചെയ്താൽ answer is 3 by 4. So നമുക്ക് dy by dx or slope of the curve or slope of the tangent എന്ത് കിട്ടി 3 by 4. Okay. ഇനി നമുക്ക് എന്ത് കാണണം? സ്ലോപ്പ് ഓഫ് ദി നോർമൽ കാണണം. നോർമലിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ് -1/dy/dx. സോ -1/dy/dx എന്താണ് കിട്ടിയത്? 3/4. ദാറ്റ് ഈസ് ഈക്വൽ ടു -4/3. ഓക്കെ. സോ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും dy by dx അപ്ലൈ ചെയ്ത് dy by dxനെ സോൾവ് ചെയ്ത് dy by dx കാണാം. ആഫ്റ്റർ ദാറ്റ് ആ പോയിന്റ് ഇവിടെ 3 - 4 ആണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റിൽ dy by dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണാം. സോ dy by dx എന്തിന് ഈക്വൽ ആയിരിക്കും? സ്ലോപ്പ് ഓഫ് ദി കർവ് ഓർ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? സ്ലോപ്പ് ഓഫ് ദി നോർമൽ കാണാം. നോർമലിൻ്റെ സ്ലോപ്പാണ് -1/dy by dx that is equal to -1/3/4. ഇവിടെ dy by dx ആണ് 3/4. So -1/3/4 is equal to -4/3. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഒരു y എന്ന് പറഞ്ഞ കർവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ആ കർവിൻ്റെ ആ പോയിന്റിലെ സ്ലോപ്പ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദി നോർമൽ, ഈ ഒരു 3 കാര്യങ്ങളാണ് കണ്ടത്. സോ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഒരു കർവ് തന്നിട്ട് ഒരു പോയിന്റ് തന്നാൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതായത് ടാൻജൻറ്റ്, ആ ടാൻജൻറ്റിൻ്റെ ഇക്വേഷനും അതുപോലെ ആ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമലിൻ്റെ ഇക്വേഷനും കാണാനുള്ള ഫോർമുലാസാണ് പഠിക്കാൻ പോകുന്നത്. So next section, equation of tangent and normal. Equation of tangent and normal. So tangent കാണാനുള്ള ഇക്വേഷൻ ആണ്, ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ് dy by dx into x minus x1. y minus y1 is equal to dy by dx into x minus x1. ഇവിടെ ഈ y1 അതുപോലെ x1ഉം നമുക്ക് തന്നിട്ടുള്ള പോയിന്റിലെ എക്സും വൈയും ആയിരിക്കും. y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ y എന്ന് തന്നെ എഴുതും. y1 ഈസ് ആ ഗിവൺ പോയിന്റിലെ വൈയും, അതുപോലെ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എക്സ് എന്ന് എഴുതും. x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർട്ടിക്കുലർ പോയിന്റിലെ എക്സ് ആയിരിക്കും. dy by dx എന്തായിരിക്കും? തന്ന ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ കർവിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും dy by dx. നൗ ഇക്വേഷൻ ഓഫ് നോർമൽ, നോർമലിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? y minus y1 is equal to -1/dy by dx into x minus x1. ടാൻജൻറ്റിൻ്റെ ഇക്വേഷനോട് സിമിലർ ആണ്, പക്ഷേ ടാൻജൻറ്റിൽ dy by dx എന്നുള്ള ഭാഗത്ത് ഇവിടെ -1/dy by dx എന്ന് വന്നു എന്ന് മാത്രം. സോ ഈ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റിസൾട്ട്സിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കുകയും അത് ബൈ ഹാർട്ട് ചെയ്യുകയും വേണം. നെക്സ്റ്റ് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. സോ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ടു ദി ടാൻജൻറ്റ് ആൻഡ് നോർമൽ ഓഫ് ദി ഫോളോയിങ് കർവ്സ്. താഴെ തന്നിട്ടുള്ള കർവുകളുടെ
ടാൻജൻറ്റിൻ്റെയും നോർമലിൻ്റെയും ഇക്വേഷൻ കാണണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y is equal to 3x² plus x minus 2 at point ഏതാണ്? 1, 2. So y is equal to 3x² plus x minus 2. So നമ്മുടെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ y minus y1 is equal to dy by dx of x minus x1. സോ എന്ത് നമുക്ക് ഇവിടെ കാണണം? ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? dy by dx കാണണം. സോ നമുക്ക് dy by dx കാണാം. സോ y is equal to 3x² plus x minus 2 ആണ്. സോ dy by dx equal to d by dx of y. y എന്താണ്? 3x² plus x minus 2. സോ 3x² ഡെറിവേറ്റീവ് എന്തായിരിക്കും? x² ഡെറിവേറ്റീവ് ആണ് 6x. 3യുടെ ഡെറിവേറ്റീവ് ഈസ് 3, x² 2x. അപ്പോൾ 3 into 2x is 6x plus xൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1. അപ്പോൾ 6x plus 1 minus 2ൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. സോ dy by dx is 6x plus 1. സോ ഇനി നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് 1, 2. 1, 2ൽ dy by dx എന്തായിരിക്കും നോക്കാം. 1, 2 എന്ന് പറയുമ്പോൾ x equal to 1 ഉം y is equal to 2 ഉം. സോ 6x plus 1 എന്തായിട്ട് മാറും? 6 into x is 1 plus 1. So 6 into 1 plus 1 is 7. So നമുക്ക് dy by dx equal to 7 എന്ന് കിട്ടി. സോ ഇനി ഇക്വേഷൻ എന്തായിരുന്നു? y minus y1 is equal to dy by dx into x minus x1. സോ ഇവിടെ y1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ആ പോയിന്റിലെ എക്സും വൈയും ആയിരിക്കും. ആൻഡ് dy by dx ഇപ്പം നമുക്ക് കിട്ടിയ 7 ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ കാണാം. സോ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് is equal to y minus equation of tangent is equal to y minus y1 into dy by dx into x minus x1. ഓക്കെ, സോ y മൈനസ് നമ്മുടെ പോയിന്റ് ഏതായിരുന്നു? പോയിന്റ് 1, 2 ആയിരുന്നു. സോ y1 is 2 and x1 is 1. So y minus y1, y minus 2 is equal to dy by dx is 7. 7 into x minus x1 is 1. So y minus 2 is equal to 7 into x minus 1. Clear? Then ഇതിപ്പോൾ ഇക്വേഷൻ ഓഫ് ടാൻജൻ്റ് ആണ് കണ്ടത്. ഇനി ഇക്വേഷൻ ഓഫ് നോർമൽ. നോർമലിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല ആയിരുന്നു y മൈനസ് y1 is equal to -1 by dy by dx into x minus x1. സോ ഇവിടെ y minus y1 is 2 is equal to -1 by dy by dx എന്താണ്? dy by dx is 7. So -1 by 7 into x minus x1 is 1. So -1 by 7 into x minus 1. So next സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിവൈഡഡ് ബൈ 7 നമ്മൾ LHSലോട്ട് കൊണ്ടുവരും. സോ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 7 ആയിരുന്നു. സോ 7 into y minus 2 is equal to -1 into x minus 1.
സോ 7 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7y minus 7 into 2 is 14 is equal to minus x. Minus 1 into x is minus x. Minus 1 into minus 1 is plus 1. So 7y minus 14 is equal to minus x plus 1. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ മൈനസ് എക്സിനെയും പ്ലസ് 1നെയും RHSലുള്ള ടേംസിനെ നമ്മൾ LHSലോട്ട് കൊണ്ടുവരും. സോ മൈനസ് എക്സ് LHSലോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? മൈനസ് എക്സ് LHSലോട്ട് വരുമ്പോൾ അത് പ്ലസ് എക്സ് ആയിട്ട് മാറും. പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റ്സ് മൈനസ് 1 ആയിട്ട് മാറും. സോ നമ്മുടെ LHS എന്തായിട്ട് മാറി? 7y minus 14 plus x minus 1 is equal to 0. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 7y plus x minus 14 minus 1 is minus 15 is equal to 0. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് ദി നോർമൽ എന്ന് കിട്ടി 7y plus x minus 15 is equal to 0. സോ ഈ പ്രോബ്ലം എന്തായിരുന്നു? ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് ദി നോർമലും കാണാനായിരുന്നു. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? dy/dx കണ്ടു, അത് ആ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് 7 എന്ന ആൻസർ കിട്ടി. പിന്നെ നമ്മൾ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റിൻ്റെ ഫോർമുലയിൽ ആ കിട്ടിയ dy/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ഈസ് y minus 2 is equal to 7 into x minus 1 കിട്ടി. ആൻഡ് ദെൻ നമ്മൾ ഇക്വേഷൻ ഓഫ് ദി നോർമലിൽ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ 7y പ്ലസ് എക്സ് മൈനസ് 15 is equal to 0. ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് y is equal to x square plus x plus 1 at 17. പോയിന്റ് ഏതാണ്? 17. y is equal to x square plus x plus 1 at 17. സോ നമുക്ക് ആദ്യം എന്ത് കാണണം? dy/dx. സോ dy/dx equal to d/dx of y is x square plus x plus 1. സോ x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x. എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ ആൻസർ ഈസ് 2x plus 1. സോ dy/dx equal to 2x plus 1. ഇനി നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് 17. പോയിന്റ് 17 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീനിങ്? x equal to 1 ആൻഡ് y equal to 7. സോ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2x plus 1 ആണ്. സോ 2 into x is 1 plus 1. സോ ആൻസർ ഈസ് 3. സോ നമുക്ക് dy/dx at 17 എന്ത് കിട്ടി? 3. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് ദി നോർമലും കാണും. ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? y minus y1 is equal to dy/dx into x minus x1. ഇവിടെ നമ്മുടെ പോയിന്റ് ഏതായിരുന്നു? പോയിന്റ് 1 ആയിരുന്നു. സോ 1 ആണ് നമ്മുടെ x1, 7 ഈസ് y1. സോ ഇക്വേഷൻ എന്തായിരിക്കും? y minus y1 ഈസ് 7 is equal to dy/dx നമുക്ക് കിട്ടി 3. 3 into x minus x1 is 1. സോ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് എന്താണ്? ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ഈസ് y minus y1 is equal to dy/dx into x minus x1, that is y minus 7 is equal to 3 into x minus 1. വേണമെങ്കിൽ അത് സോൾവ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് കാണണം? ഇക്വേഷൻ ഓഫ് ദി നോർമലിൻ്റെ ഇക്വേഷൻ കാണാൻ ഉള്ള ഫോർമുല ആയിരുന്നു y minus y1 is equal to minus 1/dy/dx into x minus x1. സോ ഇവിടെ y minus y1 is 7 minus equal to
minus 1 by 3 into x minus x1 is 1. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൾട്ടിപ്ലൈഡ് ബൈ 3നെ ഡിവൈഡഡ് ബൈ 3നെ നമുക്ക് LHSലോട്ട് കൊണ്ടുവരാം. സോ അതെന്തായിട്ട് മാറും, മൾട്ടിപ്ലൈഡ് ബൈ 3. സോ 3 into y minus 7 is equal to minus of x minus 1. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 into y is 3y minus 3 into 7 is 21. That is 3y minus 21 is equal to minus x minus into minus plus 1. So minus x plus 1. So 3y minus 21 c plus minus x ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, പ്ലസ് എക്സ് പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1. സോ 3y minus 21 plus x minus 1 is equal to 0. So 3y minus 21 minus 1 is minus 22 plus x. So 3y plus x minus 22 is equal to 0. So നമുക്ക് ഇക്വേഷൻ ഓഫ് ദി നോർമൽ എന്ത് കിട്ടി, 3y plus x minus 22 is equal to 0. So y minus y1 is equal to minus 1 by dy by dx into x minus 1 x minus x1, that is y minus 7 is equal to minus 1 by dy by dx is 3 into x minus x1 is 1. So 3 into y minus 7 is equal to minus of x minus 1. Bracket open ചെയ്യുമ്പോൾ 3y minus 21 is equal to minus x plus 1. Minus x plus 1നെ LHSലോട്ട് കൊണ്ടുവരുമ്പോൾ plus x minus 1. So 3y minus 21 plus x minus 1 is equal to 0. Solving 3y plus x minus 22 is equal to 0. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. y is equal to 2 log x at 2 0. ഇവിടെ ഫംഗ്ഷൻ എന്താണ്, y is equal to 2 log x at point 2 0. So dy by dx equal to d by dx of 2 log x. 2 is a constant, so 2 പുറത്ത് എഴുതുന്നു, into derivative of log x. log x ന്റെ ഡെറിവേറ്റീവ് 1 by x. So dy by dx is 2 by x. ഇനി പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, പോയിന്റ് is 2 0. 2 0 അപ്പോൾ ഡെറിവേറ്റീവ് എന്തായിരിക്കും, x equal to 2 and y is equal to 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 by x ആണ്. സോ 2 divided by x is 2. So 2 by 2 is 1. So dy by dx നമുക്ക് എന്ത് കിട്ടി, 1. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, y is equal to 2 log x. dy by dx നമുക്ക് കിട്ടി 1 at point 2 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 2 0യിലെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷനും നോർമലിൻ്റെ ഇക്വേഷനും കാണാം. സോ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കാണാൻ ഫോർമുല എന്തായിരുന്നു, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് is equal to y minus y1 is equal to dy by dx into x minus x1. സോ ഇവിടെ പോയിന്റ് ഏതായിരുന്നു, പോയിന്റ് 2 0 ആയിരുന്നു. പോയിന്റ് 2 0 ആൻഡ് dy by dx നമുക്ക് കിട്ടിയത് ഈക്വൽ ടു 1ഉം. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y മൈനസ് y1 ഈസ് 0 is equal to 1 into dy by dx is 1 into x minus x1 is 2. So 1 into x minus 2. So y minus 0 is y.
1 into x minus 2 is x minus 2. So equation of the tangent എന്താണ്? y is equal to x minus 2. ഇനി equation of the normal. Equation of the normal എന്താണ്? y minus y1 is equal to minus 1 by dy by dx into x minus x1. So y minus y1 is 0 is equal to minus 1 by 1 dy by dx is 1. So minus 1 by 1 is minus 1 into x minus 2. So നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യുമ്പോൾ y minus 0 is y minus 1നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ minus x minus 1 into minus 2 is plus 2. So y is equal to minus x plus 2. മൈനസ് എക്സിനെയും 2വിനെയും മൈനസ് എക്സിനെയും 2വിനെയും എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് എക്സ് ആയിട്ട് മാറും. സോ വൈ പ്ലസ് എക്സ് ഈക്വൽ ടു 2. ഇതാണ് ഇക്വേഷൻ ഓഫ് ദി നോർമൽ. ഓക്കെ.